കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കമന്റ്സ് എന്താണെന്ന് ഇവിടെ കൊടുക്കാം. കുറച്ച് കമന്റ്സ് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഇവളെ ഏതാണ്, ഇവളെ ആരാ ബിഗ് ബോസിൽ എടുത്തത്, ഇവളെ അതിന് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നോ, നീ ഇതുവരെ നിന്റെ ബിഗ് ബോസ് കണ്ടിട്ടേ ഇല്ലല്ലോ, നീ ഏത് ബിഗ് ബോസിലാ പോയത്, ഏത് സീസണിലാന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എൻ്റെ മുഖം ദാ ശരിക്കൊന്ന് നോക്കിക്കേ. ഇനിയിപ്പോൾ നിങ്ങൾ ടി വി കണ്ടാൽ മതി. ഇപ്പൊ തൃപ്തിയായില്ലേ? കേറി ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തൃപ്തിയായില്ലേ? 3-4 ദിവസത്തേക്ക് ഞാൻ ബിഗ് ബോസിൽ തന്നെ ഉണ്ട്. 3-4 ദിവസം ഹൗസിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് സെക്ഷൻ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലേക്ക് ഗ്രാൻഡായിട്ട് ഞാൻ വരും. അപ്പോൾ ഇനി കണ്ടില്ലെന്ന് ആരും പറയരുത്, ആരും അങ്ങനെ പരാതി പറയരുത്. ആ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടാക്കിയത് ബിൻസിക്ക് വേണ്ടിയിട്ടാണ്, അറിഞ്ഞായിരുന്നു. 14 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് റീ എൻട്രി ആയി കേറിയെടുത്ത വീഡിയോയാണ്. എന്തൊരു ഇതിൽ ഭയങ്കര മാസായിരുന്നെന്നാണ് വിചാരം. നിങ്ങളെയൊക്കെ കാണിക്കാനും കാണിച്ചു തരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വീണ്ടും പോകുന്നത് ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ട്രൂ ലവ് അവിടെ എന്തൊരു തേങ്ങയാണ് ചെയ്തത് പോയിട്ട്. എന്തോ തേങ്ങ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീ എൻട്രി എന്നായിരുന്നു വിചാരം. എടോ, ബിഗ് ബോസിൽ നിന്ന് ആദ്യം തൊട്ടേ ഔട്ടായി പോയ എല്ലാത്തിനും ഒന്നും കൂടെ കയറ്റി വിടും. അത് വെറുതെ ഒരു എന്റർടൈൻമെന്റ്. കഴിഞ്ഞ സീസണിലൊക്കെ കാണണമായിരുന്നു. ഓരോരുത്തരും പോയിട്ട് മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിച്ച് ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സാധാരണ കഴിഞ്ഞ സീസണിൽ കയറിയത്. അത് ആരാണ് പറഞ്ഞത്? ജാൻമണി നിന്നോണ്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അല്ലാതെ അനുമോള ഇതിപ്പോ ഫുൾ അനുമോള വലിച്ചു കീറാനാണ് എല്ലാം കൂടെ കയറിയത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ 7ന്റെ റീ എൻട്രി ആണ് ഇനി നിങ്ങൾ നമ്മുടെ ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി വീട്ടിലേക്ക് കയറി എന്താകും എന്നറിയത്തില്ല കേട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ പഴയ പോലെ. ഇതിപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇവര് കുഴിച്ച കുഴിയിലാണ് ഇപ്പൊ ഇവര് വീണ് കിടക്കണത്. ഇവര് നാക്കിന് എല്ലില്ല, അങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അവസാനം അവർക്ക് തന്നെ പണി കിട്ടി പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഇന്ന് പറയാൻ പോണ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് അപ്പാനി ബിൻസി വിഷയം. ആ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ ഇപ്പം അത് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരതിനകത്ത് ചെയ്ത കാര്യങ്ങൾ. ഈ ബിൻസി വന്നിരുന്ന് ഫുള്ള് അനിമോളെ പറ്റിയാണ് പറയണത്. കുറ്റങ്ങൾ അങ്ങ് ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതൊന്നും ആരും കാണണില്ല അല്ലേ? ഇവള് ഏതൊരു ചാനലുണ്ടാ ആ ചാനലിൽ ഒരു 10 സബ്സ്ക്രൈബ് ആയിരുന്നാലും അവരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അനു അങ്ങനെയാണ്, അനുവിന് PR ഉണ്ട്, അനു അവിടെ അങ്ങനെ കാണിച്ച്, അനു ഇങ്ങനെ കാണിച്ച്. അവൾ എന്ത് കണ്ടന്റ് കൊടുത്തിട്ടാണ് അവൾക്ക് കപ്പ് കിട്ടിയത്? ആ കപ്പ് അവക്കാണ് കിട്ടാൻ. അനുവിനെ കുറിച്ച് മാത്രമല്ല, അപ്പാനിയുടെ വിഷയം അതിനകത്ത് എല്ലാ ഇന്റർവ്യൂവിലും അപ്പാനിയുടെ പേരും പറഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്ക് ഇന്റർവ്യൂവിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഇന്റർവ്യൂകൾ കൊടുക്കുമ്പോഴത്രയും വന്നിരുന്ന് ബിൻസിക്ക് അപ്പാനിയെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ ആകാംക്ഷ ഉള്ളത് കൊണ്ടാണ് ബിൻസി അപ്പാനിയുടെ കാര്യം അവിടെ എടുത്തിടുന്ന. ഇൻ്റർവ്യൂകൾ കൊടുക്കുമ്പോൾ ആളുകൾ കമൻ്റ് ഇട്ടായിരുന്നാലും ആളുകൾ ചോദിക്കാറുണ്ട്. ഇൻ്റർവ്യൂ നടത്തണം അവർ ചിലപ്പോൾ ചോദിക്കും ബിഗ് ബോസ് ഹൗസിൽ. പെട്ടെന്ന് ബിൻസി അങ്ങ് പറയാനായിട്ട് എന്തോ വെമ്പൽ കൊള്ളും കണക്കാണ് ബിൻസി അപ്പാനിയുടെ കാര്യം എടുത്തിടുന്നത്. അവർ ചോദിച്ചില്ലെങ്കിൽ തന്നെ അങ്ങോട്ട് പറയാനുള്ളൊരു ആകാംക്ഷ. അപ്പം ജനങ്ങൾക്ക് അത് എന്താണ് എന്നറിയാനായിട്ട് ജനങ്ങളും കാത്തിരിക്കും. അതുപോലെ കമൻറ്റും ഇടും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ അനുമോളെ പറ്റി പറയണ ഓരോ വാക്കുകൾ എന്തെല്ലാമാണ് പറയണത്. അനുമോൾ എവിടെയെങ്കിലും വന്ന് പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഒരു ഇന്റർവ്യൂ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഈ 14 ദിവസം ഇവരെടുത്ത് പറഞ്ഞ ഏതൊക്കെയോ 2-3 വാക്കിലാണ് ഇപ്പോഴും അവർ തൂങ്ങി പിടിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതായത് ചാച്ചൻ്റെ ഓട്ടോ, പിന്നെ ഈ അപ്പാനിയുടെ വിഷയം. അത് ചെറിയൊരു സംഭവമായിരുന്നു. അതായത് നിങ്ങൾ കാരണമല്ലേ ഒരു പെണ്ണ് ഇപ്പൊ ഇറങ്ങിപ്പോയതെന്ന് അനു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കടിച്ചു തൂങ്ങി അവര് തന്നെയാണ് ഇത്രയും വലിയ വിഷയം, അവര് തമ്മിൽ എന്തോ ഭയങ്കര റിലേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ പുറത്തു വിട്ടത് ഇവര് തന്നെയാണ്. അതിപ്പം ഉറപ്പായിട്ട് രണ്ടുപേര് തമ്മിൽ ക്ലോസ് ആയിട്ട് പെരുമാറുന്നതും ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് അകത്തുള്ള ഹൗസ്മേറ്റ്സ് സംസാരിക്കും. പക്ഷെ അത് പുറത്തോട്ട് വലിയൊരു ചർച്ചാ വിഷയമാക്കി എടുത്തത് ഇവർ വന്ന് വിഷയം ഉണ്ടാക്കിയതിന് ശേഷം തന്നെയാണ്. അത് ജനങ്ങൾ കൂടുതൽ വിഷയമാക്കൂലായിരുന്നു. കാരണം ഈ അപ്പാനി ശരത്ത് കല്യാണം കഴിച്ച് 2 കുട്ടികളും വൈഫ് 3ാമത്തത് ഗർഭിണിയായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് അതിനകത്തുള്ള മറ്റുള്ളവർ തന്നെ ഇവർ കൈ പിടിക്കണ്, കാല് പിടിക്കണ്, ഇങ്ങനെ കിടക്കണ്, അവർ കിസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ കണ്ടപ്പോൾ അതിനകത്തുള്ളവർ പരസ്പരം
പറഞ്ഞു തുടങ്ങി. മെയിൻ ആയിട്ട് ശൈത്യാണ് ആ ടോപ്പിക് അതിനകത്ത് ഇട്ട് കൊടുക്കണത്. എല്ലാവരും ആദില, നൂറ, ബിന്നി, ഷാനവാസ്, എവളുണ്ട് ശാരിക പറഞ്ഞ് ഒരുപാട് പേര് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്ത വിഷയമാണ്. ഇവര് കൈയും കാലും പിടിക്കണ ആ രംഗങ്ങളും അവരെ പ്രവൃത്തി കണ്ടപ്പോ പറഞ്ഞു, ഇതുപോലെ വെളിയിൽ ഇത് ഏത് രീതിക്കാണ് പോണേന്ന് അറിയാൻ പറ്റൂല, ഇത്തിരിയെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ, അതുപോലെ എവക്കൊരു ഭാവി ഉള്ളതാണ് ബിൻസിക്ക്, അതുപോലെ മറ്റതിന് ഭാര്യയും കുട്ടികളും ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ചിലർ പറയും സദാചാരമാണ്, കുലസ്ത്രീയാണ്, കുലസ്ത്രീ, സദാചാരം, ഇങ്ങനെയാണ് അനുമോൾ അവിടെ കേട്ടോണ്ടിരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സദാചാരം കാണിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം അപ്പാനിക്ക് ഓൾറെഡി ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് ഈ മനുഷ്യൻ ഈ ബിൻസിയെ ഇങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും ഒരാൾ പുറത്തുനിന്ന് കാണുന്ന ഒരു തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ നമുക്കത് തോന്നുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ലിമിറ്റ്, ആ ഒരു ബൗണ്ടറി നമുക്ക് ഫീൽ ചെയ്തോ? എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അവർ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനി നിങ്ങൾ സദാചാരമാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. ഒരു ടോപ്പിക്ക് പിന്നും എടുത്തിടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പുറത്ത് ആൾക്കാരിലൊരു സംശയം ഉണ്ടാക്കും, ഇവർ ശരിക്കും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊരു തോന്നലുണ്ടാവും. അതിനകത്ത് അന്ന് അങ്ങനത്തെ സംഭവം നടന്നെങ്കിലും ജനങ്ങള് അത് വേറൊരു രീതിക്ക് എടുത്തില്ല. ഈ കൈ പിടിക്കണ അവര് വെറുതെ അവര് ചിലപ്പോൾ സഹോദര സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്രാക്ക് പിടിക്കണതായിരിക്കാം. ജനങ്ങൾ ആ ഒരു ഇതിൽ അതങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ഈ ബിൻസി തന്നെ രണ്ടാമത് കയറി അപ്പാനി പോലും മിണ്ടാതിരുന്ന് ഈ വിഷയം സംസാരിക്കണ്ട എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന്. ചിലപ്പോൾ ഇവരിവിടെ വെച്ച് കൂടി ആലോചിച്ചിട്ടായിരിക്കും അനുവിന് ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ ബിൻസി എന്തൊക്കെയോ അകത്ത് പോയി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അനുവിനെ നെഗറ്റീവ് ആക്കി അനുവിന് വോട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ് ഇവർ ഈ കാണിച്ചത്. വീണ്ടും ഇവർ തന്നെയാണ്, ഇവർ കുഴിച്ച കുഴിയിൽ ഇവർ തന്നെ വീണു. അത്രേ ഉള്ളൂ. അതിനി ബിൻസി കരഞ്ഞിട്ടോ ജനങ്ങളെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ കമൻ്റ് ഇടാനുള്ളവരും കമൻ്റ് ഇടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അനുമോൾ എന്ത് വേദനിക്കണം. അനീഷിനെയും അനുമോളെയും പറ്റി എന്തെല്ലാം ചർച്ചകൾ നടത്തിയത്. ആര്യനെ ലവ് ട്രാക്ക് പിടിച്ച് ആര്യനെ പ്രേമിക്കാൻ ചെന്ന് എന്തെല്ലാം പറഞ്ഞ് ആ കുട്ടി കരയണ്ടേ. ഈ ബിൻസി എല്ലാവരും തന്നെ പറഞ്ഞുണ്ടാക്കിയത് അതിനകത്ത്. ഇതിനെ പറ്റിയൊക്കെ ഓരോറ്റ സംസാരം പുറത്ത് അനുമോൾ വന്നിട്ട് സംസാരിച്ചു. കാരണം അനുവിനെ അറിയാം അതൊക്കെ അകത്ത് നടന്നത് ഗെയിമാണ്. ഞാൻ പേര് പറയണില്ല. നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസ് വിടാതെ ഇപ്പോഴും വീഡിയോസും ട്രോൾസ് റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓവറാണ്, ഇത് ഗെയിം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണ് ഇത്തരം വീഡിയോസ് ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുവും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം, അനുവിനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുള്ളി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ അനു അതിനെപ്പറ്റി ഒന്നും പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചിട്ടില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഈ 10-14 ദിവസം നിന്ന ആൾക്കാർ പുറത്തിറങ്ങിയിട്ട് അവർക്ക് കിട്ടിയ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് ഇപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കി വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് ഇടവരുത്തിക്കൊണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ്. അപ്പം ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾ റിയാക്ട് ചെയ്യും. ഈ അനുവിനെ ജയിപ്പിച്ചത് നിങ്ങൾ പറയും PR ആണ്, മറ്റാണ്, മറിച്ചാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ പോലെയുള്ള സാധാരണക്കാരിലും അങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള ജനങ്ങൾ കൊടുത്ത വോട്ടിന് നമുക്ക് വാല്യൂ ഉണ്ട്. ഞാനൊക്കെ സെറ്റ് ചെയ്തത് ഒരു ദിവസം അനുവിന് വോട്ട് ചെയ്യാൻ 50 വോട്ടുകളൊക്കെയാണ് ഓരോ ദിവസവും ഞാൻ പിടിച്ചത്. മനസ്സിലായില്ലേ? അത് നമുക്ക് PR, നമുക്ക് പൈസ തന്നിട്ടൊന്നുമല്ല. നമുക്ക് അനുവിനോടുള്ള സ്നേഹം കൊണ്ടും അനു അതിനകത്ത് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒറ്റൊരു ക്രൈറ്റീരിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും ജെനുവിനായിട്ട് വോട്ട് ചെയ്തത്. പിന്നെ ആദ്യം മുതൽ അതിനെ വലിച്ചു കീറി ഉപ്പും മുളവും തേച്ചത് കൊണ്ടും ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയും ബാക്കി മറ്റേ ബിൻസി ഇവരെല്ലാവരും പുറത്ത് ഒരുപാട് സൈബർ ബുള്ളി ഫേസ് ചെയ്യുന്നു, അവർക്കൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരം ഒരു സിറ്റുവേഷനിൽ അവരെ എത്തിച്ചത്? കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായ അനുമോൾക്കെതിരെ PR ആണ് ജയിപ്പിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അലിഗേഷൻസ് പറഞ്ഞുകൊണ്ട് ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ആ ഒരു മൂല്യം ഉണ്ടല്ലോ, ആ ഒരു വാല്യൂ കുറയ്ക്കുന്ന രീതിയിൽ ഇവർ പുറത്തു വന്ന് ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും ഇവർക്കെതിരെ സംസാരിച്ചതും ഇപ്പോൾ അവർക്കൊരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും. അത് ആദ്യം റിയലൈസ് ചെയ്യുക. നമുക്കറിയാം അതിനകത്ത് നടന്നത് ഗെയിം ആയിരുന്നെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഇവർ ഇത്തരം ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ ഡീഗ്രേഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യില്ലായിരുന്നു.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പേര് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഇത് ഈ ഒരു കാര്യം ഞങ്ങൾക്ക് പറയണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പം തന്നെ ബിൻസിയുടെ ആ ഒരു എന്താണ് ലീക്ക്ഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കണ്ട ആ ഒരു വീഡിയോ, ഇവർ റീ എൻട്രി കഴിഞ്ഞിട്ടൊക്കെ പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. സരിക എന്തോ അടുത്തുണ്ട്, ഈ അപ്പാനി ഹിപ്പിൽ പിടിക്കുന്നു, അത് കറക്റ്റ് ആ ഒരു ഹിപ്പ് പോർഷനിലാണ് ആൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തില്ല. അത് ചിലപ്പോൾ നമുക്ക് കാണുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കാം, എനിക്കത് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കാം ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവര് ലവ് ട്രാക്ക് പിടിച്ചെന്നിരിക്കട്ടെ, ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ ബാക്കിൽ ഇങ്ങനെ ചന്തിയിൽ എനിക്ക് ഇക്കളാവും പ്ലീസ്. ഉമ്മാക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്തുകൊണ്ട് തോന്നിയത്? ഇത് അതിനകത്ത് അവര് ഭയങ്കര സൗഹൃദത്തിലായിരുന്നു, അപ്പൊ അതുകൊണ്ട് അറപ്പില്ലാതെ പിടിച്ചതായിരിക്കും. പ്ലീസ് അല്ല, എന്നെ ഭയങ്കര സെൻസിറ്റീവ് അറിയാമല്ലോ. അതിന്റെ രീതിക്ക് ചിലപ്പം പിടിച്ചതായിരിക്കും, അതാരോ വീഡിയോ പകർത്തിയതായിരിക്കാം. കുറച്ചു പേരൊക്കെ വീഡിയോ എടുത്ത ആൾക്കാരെ കുറ്റം പറയുന്നുണ്ട്. ആ വീഡിയോ എടുത്ത ആളുകളെ കുറ്റം പറയേണ്ട കാര്യമില്ല. ബിൻസി അങ്ങനെയാണ് വന്നിരുന്നും കൊണ്ട് ഇന്റർവ്യൂ കൊടുത്തതും അതിന് മുമ്പ് റീ എൻട്രി ആയിട്ട് കയറിയിട്ട് അനുമോളെ വലിച്ചു കീറി ഉപ്പ് തേച്ചതും. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, അനുമോൾ അതിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ തന്നെ ആര്യന്റെയും ജിസേലിന്റെയും കാര്യം, അതിന് പ്രൂഫായിട്ട് നമുക്ക് അന്നൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത് രണ്ടും കൂടെ അകത്ത് ഈ പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിൻസിയുടെയും മറ്റേ അപ്പാനിയുടെയും കാര്യം, അകത്ത് അനുമോള് ഇതുപോലെ ഇങ്ങനെ ഷാനവാസിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇതിങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും പുറത്ത് ജനങ്ങൾ കാണുമ്പോൾ ഇത് വേറൊരു രീതിക്കായിരിക്കും എടുക്കുന്നതെന്നുള്ള രീതിയിൽ അനുമോളിങ്ങനെ ബിൻസിയോട് ഇങ്ങനെ റീ എൻട്രി സമയത്താണ് ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്. ലൈക്ക് അനു പറഞ്ഞതൊക്കെ ഏറെക്കുറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇവര് രണ്ടാമത് കയറിയിട്ട് ഇവർ ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് ഇത്രയും വിഷയങ്ങളിലേക്ക് പോയത്. അഥവാ പറഞ്ഞെങ്കിൽ അനു മാത്രമല്ല അവിടെ പറഞ്ഞത്, അനു പറഞ്ഞതാണ് അവസാനം വെളിയിൽ വന്നത്. ജിസേലിൻ്റെ ആര്യൻ്റെയും കാര്യം തന്നെ അനു പറയണതിന് മുമ്പ് തന്നെ ഇവിടെ ജനങ്ങളെല്ലാം കണ്ടതാണ്. ഓരോരുത്തരും വീഡിയോ ചെയ്തായിരുന്നു, അതിനകത്ത് ഒരുപാട് പേര് അതിനകത്ത് ജിസേലിൻ്റെ ആര്യൻ്റെയും കാര്യം അവർ പരസ്പരം പറയുമായിരുന്നു, അവരത് വെളിയിൽ പറഞ്ഞില്ല. ഒരു പരസ്പരം കുശായിരുന്ന് പറയുമായിരുന്നു. ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു, നമ്മക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മക്കും അറിയാമായിരുന്നു ജിസേലിൻ്റെ ആര്യൻ്റെയും കാര്യം, അനു പറഞ്ഞത് കറക്റ്റാണ് എന്നുള്ളത്. ഇപ്പൊ നോക്ക്, അനു അല്ല ഈ ഒരു വീഡിയോ എടുത്ത് പുറത്തേക്ക് ഇട്ടതോ, അനുവിന്റെ വായിന്നൊന്നും അല്ല ഈ ഒരു കാര്യം വീണിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ആരോ എടുത്തൊരു വീഡിയോ ഇതിപ്പോ പുറത്തേക്ക് സർക്കുലേറ്റഡ് ആയി. ഇനിയിപ്പൊ ഇത് പറയാൻ പോണ എന്തരാണ്, അനുവിന്റെ PR ആണ് എടുത്തിട്ടത്. നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ഈ ഒരു അപ്പാനി ബിൻസിയുടെ വിഷയം ഓവറായിട്ട് നമ്മൾ സംസാരിക്കാത്തതിന്റെ ഒരു റീസൺ, അപ്പാനി മാരീഡ് ആണ്, ഭാര്യ പ്രഗ്നന്റ് ആണ്. അപ്പം അതൊക്കെ നമ്മൾ ശരിക്കും അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. കാരണം ഇത്രയും ഒരു ടോപ്പിക് ഇത്രയും രീതിയിൽ ചർച്ചാ വിഷയം പുറത്താവുമ്പോഴത്തേക്കും ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് പക്ഷേ ഇത് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ലൈക്ക് ബിൻസി തന്നെയാണ് കൊളമാക്കിയത്. ബിൻസി ഇത്രയും ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടോപ്പിക്ക് പിന്നും കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു അപ്പാനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പാനി ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ അതിലൊന്നും അങ്ങനെ ആള് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇത്രയും ഒത്തുകൂടി വെളിയിൽ ഒത്തുകൂടി അവരൊരു മീറ്റിങ്ങും കമ്മിറ്റിയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവർ രണ്ടാമതകത്തോട്ട് കയറിയത്. അനുവിന് നെഗറ്റീവാക്കാൻ കയറിയത് ഇപ്പം അവർക്ക് തന്നെയാണ് ആ നെഗറ്റീവ് കിട്ടിയത്. അനു പോസിറ്റീവായിട്ട് പോവുകയും ചെയ്ത്. എന്തുകൊണ്ടാണ് ഇത്രയും സംഭവിക്കണ, ബിൻസി വന്നിരുന്ന് എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ എടുക്കണ, ഒരു ജനങ്ങൾ നെഗറ്റീവ് ഇടും, അത് അവർക്ക് ഉറപ്പാണ്. അപ്പം ജനങ്ങൾ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുമ്പോൾ കയറി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ബിൻസി കാണിച്ചു കൂട്ടുന്നത്. ചീപ്പ് പരിപാടിയാണ് കളിക്കണത്. അപ്പാനിയെ വെച്ചിട്ട് മാത്രമല്ല, അപ്പാനിയുടെ ഭാര്യയും കൂടെയാണ് ഇവിടെ സഫർ ആവുന്നത്. ഇത് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ ബിഗ് ബോസിനകത്ത് ഈ അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യം ചർച്ചാ വിഷയമായല്ലോ. അപ്പൊ അപ്പാനി ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നേ, അക്ബറിനോടാണോന്ന് അറിയില്ല, പക്ഷെ ആ ക്ലിപ്പ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പാനി പറയുന്നത് എങ്ങനെയാണ്, എൻ്റെ ഭാര്യ ആ ഒരു രീതിയിൽ, ഐ മീൻ ബിൻസിയും അപ്പാനിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഭാര്യ എടുക്കുന്നതെങ്കിൽ ഭാര്യനോട് ഞാൻ പോവാൻ പറയും എന്നുള്ള രീതിയിൽ അപ്പാനി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പുറത്ത് ഭാര്യ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ആള് പ്രഗ്നന്റ് ആണ്, 2 മക്കളുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ ഒരു ലേഡി ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവരെ മൈൻഡിൽ പോകുന്ന, ലൈക്ക് പുള്ളി ഒരുമാതിരി ത്രട്ടൻ ചെയ്യുന്ന രീതിയിലാണ് ഈ അപ്പാനി അതിനകത്തിരുന്ന് സംസാരിക്കുന്ന ഞാൻ കണ്ടത്. ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞതുപോലെ അവള് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവളോട് ഞാൻ പോവാൻ പറയും. അങ്ങനെ വേണ്ട ആ ഒരു ബന്ധം, ആ ഒരു മാരീഡ് ലൈഫ് എൻഡ് ആവുന്ന രീതിയിൽ അപ്പാനി സംസാരിക്കുന്നുണ്ടായിരുന്നു.
അപ്പാനിയുടെ യഥാർത്ഥ മുഖം എത്രത്തോളം റെഡ് ഫ്ലാഗ് ആണ്, എത്രത്തോളം ടോക്സിക് ആണെന്നുള്ള കാര്യം നമ്മൾ അതീന്ന് വ്യക്തമാണ്, സത്യം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഏതൊരു പെണ്ണായിരുന്നാലും പറ്റൂല. ഭാര്യയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്ന ഒരുപാട് ജനങ്ങളാണ് ഇത്തരം കമൻസും റിയാക്ഷൻസ് ഒക്കെ ചെയ്യണത്. ഇവന്റെ ഈ സ്വഭാവം വെച്ചിട്ട് അവൻ എന്തൊക്കെ വളച്ചൊടിച്ച് ഏതൊക്കെ രീതിക്ക് അവൻ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. നിങ്ങൾ തന്നെ ഇപ്പോൾ ബിൻസിയുടെ ആദ്യത്തെ വീഡിയോ കണ്ടില്ലേ? ഈ പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്നത് അവർ ചെയ്യുന്ന എന്തോ ഭയങ്കര വലിയ മാസമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. നാക്കിന് എല്ലില്ലാത്തതുകൊണ്ടാണ് വായി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇവർ എന്നെ നെഗറ്റീവ് ഉണ്ടാക്കി ഇങ്ങനെ നടക്കുകയാണ്. ഈ ബിൻസി കൊച്ചമ്മേരെ സൗണ്ട് ഉണ്ടല്ലോ, പൊന്നോ, ആ അനു എങ്ങനെ സഹിച്ച് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു പേടിച്ചിട്ട്. ശരത്തിന്റെ ഈ ഒരു ടോപ്പിക് അവർ വിട്ടിരുന്നെങ്കിൽ ജനങ്ങളിലോട്ട് ഇത്രയും വിഷയങ്ങളായി മാറത്തില്ലായിരുന്നു.